എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിനീത, ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കോച്ച് ആൻഡ് ഹീലറാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഹോഓപ്പോനോപ്പോനോ ടെക്നിക്കിനെ പറ്റിയാണ്. ഇതൊരു ഹവായിയൻ ടെക്നിക്കാണ്. ഇതിന് ഹവായിയൻ ടെക്നിക്ക് എന്നോ അല്ലെങ്കിൽ പ്രെയർ എന്നോ അല്ലെങ്കിൽ 4 ഫ്രേസസ് എന്നോ അല്ലെങ്കിൽ മിറാക്കിൾ ലൈൻസ് എന്നോ എന്ത് വേണമെങ്കിലും പറയാം. ആക്ച്വലി ഇതൊരു മിറാക്കിൾ ലൈൻസ് തന്നെയാണ്. ആ ലൈൻസാണ് ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു. കേൾക്കുമ്പോൾ തോന്നും ഈ 4 ലൈൻസ് കൊണ്ട് അത്രയും മിറാക്കിൾ സംഭവിക്കാൻ എന്താണ്. ആക്ച്വലി ഇതൊരു എനർജി ക്ലിയറിങ് ടെക്നിക്കാണ്. അതായത് ഈ 4 ഫ്രേസസ് പറയുന്നതിലൂടെ നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ നെഗറ്റീവ് ഇമോഷൻസ്, നെഗറ്റീവ് പാസ്റ്റ് ലൈഫ്, ഇതിനെല്ലാം നമുക്ക് ഇറേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നെഗറ്റീവ് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ പോസിറ്റീവ് ആയിരിക്കുമല്ലോ, അല്ലേ? അപ്പം നമുക്ക് ഈ 4 ലൈൻസ് യൂസ് ചെയ്ത് നമ്മുടെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യാം. അതുകൊണ്ടാണ് ഇതിനെ മാജിക്കൽ ലൈൻസ് എന്ന് പറയും. നമ്മുടെ കോച്ചിങ് ജേർണിയിൽ ഇതിനെ പറയുന്നത് മാന്ത്രിക വടി എന്നാണ്. അതായത് മാന്ത്രിക വടി വെച്ച് നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും, അല്ലേ? അപ്പം ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷനിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നതിനെയാണ് നമ്മൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ആ മാനിഫെസ്റ്റേഷൻ ലോ ഓഫ് അട്രാക്ഷൻ നടക്കണമെങ്കിൽ അത് നല്ലതായാലും ചീത്തയായാലും അതിനെ മാനിഫെസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. അതായത് ലോ ഓഫ് അട്രാക്ഷൻ തന്നെയാണ് പറയുന്നത്. അതായത് ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നെഗറ്റീവ് കാര്യങ്ങളാണ്, അതെങ്കിൽ എൻ്റെ ലൈഫിൽ നെഗറ്റീവാണ് നടക്കുന്നതെങ്കിൽ അത് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തു. ഞാൻ ചിന്തിച്ച് എൻ്റെ ലൈഫ് മാനിഫെസ്റ്റ് ചെയ്തു. ഓക്കെ, ഞാൻ നല്ല കാര്യങ്ങളാണ് ചിന്തിക്കുന്നതെങ്കിൽ അത് നടക്കുകയാണെങ്കിൽ അതിനെ മാനിഫെസ്റ്റേഷൻ തന്നെയാണ് പറയുന്നത്. നമ്മൾ എന്തിനെയാണോ വിശ്വസിക്കുന്നത് അതാണ് നമ്മുടെ ലൈഫ്. അപ്പം എന്താണ്, നമ്മൾ കൂടുതലും ചിന്തിക്കുന്നത് നെഗറ്റീവ് ആയിരിക്കും, അല്ലേ? കാര്യം നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് നെഗറ്റീവ് ചിന്തകളുണ്ടായിരിക്കും. എന്നെ കൊണ്ട് സാധിക്കുമോ, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചാൽ നടക്കുമോ, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഇതേ നടക്കുകയുള്ളൂ, എൻ്റെ ലൈഫ് എപ്പോഴും ഇങ്ങനെയാണ്. അങ്ങനെ കുറേ ചിന്തകൾ കൊണ്ടാണ് നമ്മൾ നടക്കുന്നത്, അല്ലേ? അപ്പം ഈ ചിന്തകളെല്ലാം നമുക്ക് ഈ 4 ലൈൻസ് യൂസ് ചെയ്ത് ഇറൈസ് ചെയ്തിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യും. അതായത് സ്വാഭാവികമായിട്ട് നെഗറ്റീവ് ഇമോഷൻസ് ഹീലാവുമ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. ഓക്കെ, അപ്പം ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറയാം. ഇതിന് ടൈമോ അല്ലെങ്കിൽ ഒന്നുമില്ല. നമുക്ക് എപ്പോഴും ഇങ്ങനെ മന്ത്ര പോലെ ഉരുവിട്ടുകൊണ്ടിരിക്കാം. അത് പറയുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് തന്നെ 3 ഡേയ്സ് കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ പല അത്ഭുതങ്ങളും പല ചേഞ്ചസും വരുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. അതായത് നിങ്ങളോട് അതുവരെ സംസാരിച്ചുകൊണ്ടിരുന്നവർ അവരുടെ ആറ്റിറ്റ്യൂഡിന് പോലും ചേഞ്ചസ് ഉണ്ടായിരിക്കും. അതെന്തുകൊണ്ടാണ്? നിങ്ങളുടെ ഉള്ളിലുള്ള എനർജീനെ നിങ്ങൾ ക്ലിയർ ചെയ്യുവാണ് ഈ 4 ലൈൻ ഉപയോഗിച്ച്. അപ്പം നിങ്ങളുടെ വൈബ്രേഷൻ പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പോസിറ്റീവ് ആകുമ്പോൾ നിങ്ങളുടെ ചുറ്റിനുള്ളവരും പോസിറ്റീവ് ആകും. അപ്പം നിങ്ങളിത് എങ്ങനെയാണ് പറയേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് പറയാം, സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു. ഇനി നിങ്ങൾ എപ്പോൾ വെറുതെ ഇരിക്കുമ്പോഴോ എപ്പോഴും വേണോ നിങ്ങൾക്കിത് പറയാം. എപ്പോഴും പറഞ്ഞാൽ അത്രയും നല്ലത്. ഓക്കെ, എപ്പോൾ വേണമെങ്കിലും പറയാം. ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുമ്പം, വാക്കിങ്ങിന് പോകുമ്പം, ജിമ്മിൽ പോകുമ്പം, എപ്പോൾ വേണോ നിങ്ങൾക്കിത് ഈ 4 ലൈൻസ് യൂസ് ചെയ്യാം. ഇതിന് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. എന്ന് വെച്ചാൽ ഇത് നമ്മുടെ എനർജി ക്ലിയറിങ് ടെക്നിക്കാണ്. ഓക്കെ, ഇത് നമ്മുടെ ഏതൊക്കെ ഏരിയയിൽ യൂസ് ചെയ്യാം? നമ്മുടെ ലൈഫ് 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ്, കരിയർ. ഹെൽത്ത് പരമായിട്ട് നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഇഷ്യൂസിനോട് ഈ 4 ലൈൻസ് യൂസ് ചെയ്ത് അതിനെ ഹീൽ ചെയ്യാം. റിലേഷൻഷിപ്പ്, ഇപ്പോൾ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ് വൈഫ്, മക്കൾ അമ്മ, മരുമക്കൾ അമ്മായിയമ്മ, അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ്, പിന്നെ എന്തൊക്കെയാണ്, അങ്ങനെ ഓരോ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കുമല്ലോ. ആ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഈ 4 ലൈൻസ് യൂസ് ചെയ്ത് നമുക്ക് ഹീൽ ചെയ്യാവുന്നതാണ്. പിന്നെ കരിയർ, അതായത് ജോലി കിട്ടാതെ ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ടെങ്കിൽ ഈ 4 ലൈൻ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ലൈഫ് നമ്മൾ ആഗ്രഹിക്കുന്ന ജോലിയിലോട്ട് വേഗം തന്നെ എത്തി നമ്മുടെ ഗോള് ക്ലിയർ ചെയ്യാൻ പറ്റും. അതേപോലെ വെൽത്ത്, അതായത് പൈസയുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും വെൽത്ത് പരമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഈ 4 ലൈൻ യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ ആഗ്രഹത്തിൽ എത്തിപ്പെടാൻ പറ്റും. എന്തുകൊണ്ടാണ് ഇതെല്ലാം നമ്മൾ ഈ ഏരിയയിലൊക്കെ ഈ 4 ലൈൻസ് യൂസ് ചെയ്താൽ അത് മാറും എന്ന് പറയുന്നത്? കാര്യം
നമ്മുടെ ചിന്തകൾ കൊണ്ട് തന്നെയാണ് നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലേ? അപ്പോൾ ഈ 4 ലൈൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ എനർജി ക്ലിയർ ചെയ്യും, ആ ബ്ലോക്ക് നമ്മൾ റിമൂവ് ചെയ്യും, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലോട്ട് നമുക്ക് ഈസി ആയിട്ട് എത്തപ്പെടാൻ പറ്റും. അപ്പോൾ ആ 4 ലൈൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു. ഇതിനൊരു കറക്റ്റായിട്ടുള്ള ഓർഡർ ഒന്നുമില്ല. എങ്ങനെ വേണോ പറയാം. ആദ്യം ഐ ലവ് യു പറയുക, അല്ലെങ്കിൽ ആദ്യം താങ്ക് യു പറയുക, എങ്ങനെ വേണോ പറയാം. അതിനൊരു ഓർഡറോ ഒന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണക്ക് പറയാം. ഈ 4 ലൈൻസ് തന്നെ പറയണം. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു. ഇത് 11 ടൈംസോ 21 ടൈംസോ 55 108 എത്ര തവണ വേണമെങ്കിലും പറയാം. ഇതൊരു നമ്പർ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്കിപ്പോൾ 11 പ്രാവശ്യം പറഞ്ഞാൽ മതിയെങ്കിൽ 11 പ്രാവശ്യം പറഞ്ഞ് നിർത്തുക. അല്ല നിങ്ങൾക്കിത് ഉരുവിട്ടുകൊണ്ടിരിക്കുക, അങ്ങനെയും ചെയ്യാം. എങ്ങനെ വേണോ ചെയ്യാം, ലിമിറ്റേഷൻസ് ഇല്ല. ജസ്റ്റ് ഞാൻ ഒരു നമ്പർ പറഞ്ഞതാണ്. ഓക്കെ. ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രശ്നം നിങ്ങളെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്നുണ്ട്, മീൻസ് അതിൽ തന്നെയാണ് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ മീൻസ് മൈൻഡ് സ്റ്റക്കായിരിക്കുന്നെങ്കിൽ ആ ഇമോഷൻസിനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പേപ്പറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. എനർജി നമുക്ക് ഒരിക്കലും നശിപ്പിക്കാനോ ഉൽപ്പാദിപ്പിക്കാനോ പറ്റില്ല. അതായത് നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജിയോ പോസിറ്റീവ് എനർജീനെ നമുക്ക് നശിപ്പിക്കാനോ ഉൽപ്പാദിപ്പിക്കാനോ പറ്റില്ല. പക്ഷേ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മുടെ ഉള്ളിലുള്ള എന്തെങ്കിലും നമ്മൾ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന നെഗറ്റീവ് എനർജീനെ എന്ത് ചെയ്യുക, ഒരു പേപ്പറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. അതായത് ഒരു പേപ്പർ എടുത്ത് ആ സംഭവത്തിന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എഴുതുക. ഡീറ്റെയിൽ ആയിട്ട് എഴുതുക എന്ന് പറഞ്ഞാൽ 8 ലൈൻസ് കൂടുതൽ ഉണ്ടായിരിക്കണം. കാര്യം 8 ലൈൻസ് കഴിയുമ്പോഴാണ് റിയൽ ആയിട്ടുള്ള ഇൻസിഡൻറ്റ് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്ത് വരുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. എന്നിട്ട് അതിനെ ബേൺ ചെയ്യുക. ആ ബേൺ ചെയ്യുന്നതിനെയാണ് ബേണിംഗ് ബോൾ ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു പകുതി ആശ്വാസം കിട്ടും. അതായത് എന്തോ ഭാരം ഇറക്കി വെച്ച ഒരു ഫീൽ ഉണ്ടായിരിക്കും. എന്നിട്ട് ചിലപ്പോൾ 1 ടൈം ചെയ്യുന്നത് കൊണ്ട് ആ ഒരു റിസൾട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ആശ്വാസം കിട്ടും അത്രത്തോളം നിങ്ങൾക്ക് എഴുതിക്കൊണ്ടിരിക്കാം. അത് ഹീലായി എന്നറിയുന്നത് എപ്പോഴാണെന്നറിയോ, നമുക്ക് ആ ചിന്ത പിന്നെ ചിന്തിക്കുമ്പം ഒരു ഫീലിങ്സും തോന്നാത്തൊരവസ്ഥയിലെത്തും, ഒരു ന്യൂട്രൽ അവസ്ഥയിലെത്തും. അതിനെയാണ് ഹീലായി എന്ന് നമുക്ക് തോന്നുന്നത്. അതായത് നമ്മുടെ മുറിവ്, ഇപ്പോൾ ഏതെങ്കിലും ഒരു മുറിവ് ഉണ്ടായാൽ ആ മുറിവ് ഉണങ്ങിക്കഴിഞ്ഞ് പിന്നെ അവിടെ ഒരു അടയാളം ഉണ്ടായിരിക്കും അല്ലേ, അതിൽ നമ്മൾ ടച്ച് ചെയ്താൽ നമുക്ക് വേദനയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് ഹീലായല്ലോ. അതേപോലെ തന്നെ വേദനിപ്പിക്കുന്ന എന്ത് ഇൻസിഡൻറ്റ് ഉണ്ടായാലും അതിനെ ഒരു പേപ്പറിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് അതിനെ ബേൺ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ റിലാക്സ് ആയിട്ട് എവിടെയാണോ നിങ്ങൾ ഇരിക്കുന്നത്, ഇപ്പോൾ സെറ്റിയിലോ അല്ലെങ്കിൽ ബെഡിലോ അല്ലെങ്കിൽ തറയിലോ എവിടെയാണോ എന്ന് വെച്ചാൽ അവിടെ നിങ്ങൾ കുറച്ച് നേരം മെഡിറ്റേഷൻ ഇരിക്കുന്ന പോലെ ഇരിക്കുക. അങ്ങനെ ഇരിക്കാൻ പറ്റില്ലെങ്കിൽ കുഴപ്പമില്ല, നോർമലായിട്ടൊരു ചെയറിലിരുന്നിട്ട് കൈ രണ്ടും ഇങ്ങനെ നെഞ്ചിൽ വെച്ചിട്ട് കുറച്ച് നേരം കണ്ണടച്ചിരുന്ന് ആ ഇൻസിഡൻറ്റിനെ ഓർക്കുക. ഓർത്തിട്ട് അതിനോട് പറയാം, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു. അങ്ങനെ നിങ്ങൾക്ക് എപ്പോഴാണോ റിലാക്സ് തോന്നുന്നത് അതുവരെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് ഭയങ്കര പവർഫുള്ളാണ്. അതോടുകൂടി നിങ്ങൾക്ക് ആ ഒരു നല്ല ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ആ ചിന്തകൾ അത് ആലോചിച്ചാലും നിങ്ങൾക്ക് ഒരു ഫീലിങ്സും തോന്നാത്തൊരവസ്ഥയിലെത്തും. ചിലപ്പോൾ 1 ഡേ കൊണ്ട് ഹീലാവണം എന്നില്ല, 2 ഡേ 3 ഡേ, ഒരു വീക്ക് എടുത്താലും കുഴപ്പമില്ല. പക്ഷെ അത് ഹീലായി കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾ ഹാപ്പി ആയിരിക്കും. അതായത് അത് ഹീല് ചെയ്യുന്നതിൻ്റെ ആവശ്യകത എന്താണെന്നറിയോ, നിങ്ങൾ ആ നെഗറ്റീവ് ഇമോഷൻസിലാണ് ജീവിക്കുന്നതെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങളുടെ ലൈഫിൽ സെയിം കാര്യങ്ങളായിരിക്കും സംഭവിക്കുന്നത്, സെയിം പാറ്റേൺ ആയിരിക്കും സംഭവിക്കുന്നത്. കാര്യം നിങ്ങൾ ആ വൈബ്രേഷനിലാണ് ജീവിക്കുന്നത്. നമുക്ക് എപ്പോഴും വേണ്ടത് ഹൈ വൈബ്രേഷൻ എനർജിയാണ്. അതായത് ഹൈ വൈബ് എന്നൊക്കെ പറയില്ലേ, ആ എനർജിയിലാണ് ജീവിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ പോസിറ്റീവായിരിക്കും, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വേഗം നടക്കും. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ, ഹീലിങ്ങിൻ്റെ സെക്ഷൻസ് എടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടായിരിക്കും, കോൺടാക്റ്റ് ചെയ്യുക. അതെൻ്റെ വാട്സപ്പ് നമ്പറാണ്. അപ്പം 191 കോൾ ഉണ്ടായിരിക്കും. കോൾ അറ്റൻഡ് ചെയ്ത് എന്താണ് നിങ്ങളുടെ പ്രശ്നം, നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ എന്താണ്, അത് നന്നായിട്ട് സംസാരിച്ചിട്ട് അതിന് സ്ക്രിപ്റ്റ് റെഡിയാക്കി ഹീലിംഗ് സെഷൻ ഉണ്ടായിരിക്കും. ഫ്രീ സെഷൻസാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, താങ്ക് യു.